അതാണ് നിൻ്റെയൊക്കെ പ്രശ്നം. ഇപ്പം ഞാൻ നിന്നെയൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന നിൻ്റെയൊക്കെ പ്രശ്നം. പുതിയ ഹലോ, നിങ്ങൾ എവിടെ എത്തി? ഞാനിവിടെ എത്തി. ഞാൻ പറഞ്ഞാലും അങ്ങനെ ചൂടാവാൻ താമസിക്കൂ, എനിക്കിവിടെ ആരും പരിചയമില്ല. വേഗം ഒന്ന് വരൂ. ബാലസാറോട് പറഞ്ഞാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ബിന്ദുവിനോടൊന്ന് പറയാം. നീ എന്നോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് മോർണിംഗ് ബാബു സാറേ. ആ ഗുഡ് മോർണിംഗ്. ഉള്ള മുടി ഇവിടെ കളയോ സാറേ? ബാലൻ സാറേ, ഈ മുടി കൊച്ചു തടയാനേ നന്നായിട്ട് മസാജ് ചെയ്താൽ മുടി വളരുമെന്ന് പറയുന്നത് ശരിയാണ് സാറേ? ബാലൻ സാറേ, ഈ മസാജ് ചെയ്താലേ നന്നായിട്ട് മുടി വളരുമെന്ന് പറയുന്നത് സാറേ? ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ഉള്ള മുടി ഇവിടെ കളഞ്ഞിട്ട് എന്തിനാ സാറേ? ഇതൊക്കെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളാണ്. സാർ പേടിക്കണ്ട. ദേവി ബിജുവേ, ചായ കുടിച്ചോ? ഓ ഇല്ല സാറേ. രാവിലെ തിന്നാൻ പുട്ട് മതിയോ അതോ ഇന്നലത്തെ പോലെ പൊറോട്ടയും കറി അത് മതിയാ? സാറിന്റെ ഇഷ്ടം. അവന്റെ പൊറോട്ടയും കറി പൊടോ പൊടോ പൊടോ. കുമാരോ സാറേ, അവൻ ഇന്ന് ഇറങ്ങാണതാ. ഇന്നിങ്ങനെ പിടിച്ചിട്ട് നൂറില്ല സാറേ. അവൻ നൂറുണ്ടോ സാറേ? അവൻ കാണിച്ചതെല്ലാം സാറ് മറന്നോ സാറേ? ആ മര്യാദയ്ക്ക് അവൻ ആ ഉരുപ്പിടി കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ കാണുമായിരുന്നു. പരനാറി. ബാലൻ സാറേ, ആ ബിജുവിന്റെ കേസിന്റെ മാസ്റ്റർ ഇടുന്ന ഫയലിൽ വെച്ചേക്കണേ. ആ ശരി ശരി ശരി. മോർണിംഗ്. ആ തെഫിന്റെ പേപ്പേഴ്സ് ക്ലിയർ ആയോ? ആരാ പോന്നെ? വളർന്നുണ്ടാണോ സാർ? ഉച്ചയ്ക്ക് ശേഷമാണ് വെച്ചേക്കണേ. വേറെ ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോകും. ആ, നിന്നെ വേറെ ഒന്നുമില്ലല്ലോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. ശരി. അവനെ ആ ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ, ആ വുമൻസ് ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ ബിന്ദുവിനോടൊന്ന് പറയണം. ചിലപ്പോൾ CI സാർ വരും. പറയാം സാർ. ബാല സാറേ, ഞങ്ങളോട്ട് ഇന്ന് വല്ലതും നടക്കൂടെ? അല്ല, നോക്കാം. ഷിജുവേ, കഴിച്ചോ? ഓ കഴിച്ചു സാറേ. പിള്ള പോയോടി? എടി ചിട്ടിക്കാശ് നമുക്ക് അത് പിന്നെ കൊടുക്കാം. ഇത് കുടുംബശ്രീ അല്ലേ, വേൾഡ് ബാങ്ക് ഒന്നും അല്ലല്ലോ. ആ കുഴപ്പമില്ല. ശരി 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 സാറേ. നാടകത്തിൽ ആ ജെല്ല് പോ. ആരാണ് കുറിക്കുന്നത്? ബാലൻ സാറേ, എത്ര നാളായി കണ്ടിട്ട്? ഞാൻ ഇവളുടെ കൂടെ വന്നതാണ്. SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? ചെല്ല് ചെല്ല്, സാറാത്തുണ്ട്. ഹലോ ബാലൻ സാറേ, ഈ ഫയലിനകത്ത് കൊടുത്തേക്കണം സാറേ. രാവിലെ തുടങ്ങിക്കോളൂ ഓരോരുത്തനൊക്കെ മെനക്കെടുത്താൻ വേണ്ടി. ഇരിക്കണം. മെമ്പറുടെ കേസിൻ്റെ വിറ്റ്നസ് വേണം. എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തു. ഓക്കെ സാർ. ചേട്ടാ കാര്യം പറ. സാർ, മാഡത്തിനെ കാണുന്നില്ല സാർ. അത് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. മാഡം ആര് പറഞ്ഞു? മാഡത്തിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞു ഇവിടെ വന്ന സാറിനെ വന്ന് കാണാൻ. അല്ല, ആരെ കാണാതെ? സാറേ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവള് ജോലിക്ക് പോകണം. വീട്ടിലെ മാഡത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. ഇന്ന് ജോലിക്ക് പോയപ്പോഴാണ് ഈ വിവരം അറിയണത്.
അപ്പം ഈ കാര്യം ഒന്ന് സാറിൻ്റെ അടുത്ത് പറയണമെന്ന് മാഡത്തിൻ്റെ അച്ഛനാണ് പറഞ്ഞത്. മാഡത്തിൻ്റെ ഫോണിൽ വിളിച്ചില്ലേ? വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ആരായിരുന്നു സർ? ആ, മിലി മാത്യു ഇവിടെ ഉണ്ട് സർ. ഞാൻ നോക്കിക്കോളാം, ഫോളോ അപ്പ് ചെയ്തോ. ഐ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ സർ. അവിടെ ബ്ലഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സാറേ, തറയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അതാ ഞാൻ. ജി പറ ക്യാമറ ഇവരെ എവിടെ കിട്ടി? ഓക്കെ വാ. അവസാനം സാർ ബിന്ദു ആ ഓക്കെ സാർ. ആ ഫയൽ എടുത്തോണേ. ആ ബാബു, ബിന്ദു, നിങ്ങൾ എൻ്റെ കൂടെ വരണം. വിജയനാണ് സ്റ്റേഷൻ ഡ്യൂട്ടി. വാ. അതെ, ഈ സ്ഥലം എവിടെയായിരുന്നു? കുമ്പേരവിടെ കാന്തിനാണ്. ഓ, ആ തുമ്പ കഴിഞ്ഞ് സെക്കൻഡ് റൈറ്റ്. അതെ അതെ. നിങ്ങളിന്ന് രാവിലെ എപ്പോഴാണ് വന്നേ? സാധാരണ എന്നും വരുന്നത് പോലെ 5-5 കാലാകുമ്പം തന്നെയാണ് വരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് വരുന്നത്. ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് മാഡം കൃത്യം 6-ന് എണീറ്റ് വരാറുള്ളതാണ്. പിന്നെ 6:30 ആയിട്ടും കാണാത്തതുകൊണ്ടാണ് ഞാൻ റൂമിലോട്ടൊന്ന് പോയി നോക്കിയായിരുന്നു. അവിടെയും കാണാത്തതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോഴാണ് അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞത്. ഇത് കണ്ടപ്പോൾ ആണ് മാഡത്തിൻ്റെ അച്ഛനെ വിളിച്ചത്. സാറാ പറഞ്ഞ് സ്റ്റേഷനിൽ പോവാൻ. നിങ്ങളുടെ മാഡം ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ആ, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ അച്ഛനോട് വരാറുണ്ട്. മിക്കവാറും മാഡം അങ്ങോട്ടാണ് പോവാറ്. രാവിലെ എത്ര മണിക്ക് വന്നെന്നാ പറഞ്ഞേ? 5 മണിക്ക്. നിങ്ങളുടെ അഡ്രസ്സ് കൂടെ ഒന്ന് പറയണേ. വീണ വിലാസം തിരുവനന്തപുരം. നമ്മൾ ഈ കാണാതായ മാഡമില്ലേ, പുള്ളിക്കാരി ആളെങ്ങനെ? എന്നെ ചോദിച്ചാൽ ഒരു വല്ലാത്ത ടൈപ്പാ സാറേ. അതുകൊണ്ടല്ലേ അവരോട് ഒറ്റയ്ക്ക് താമസിക്കുന്നു. നിങ്ങൾ 8 മണിക്ക് പോകുന്നല്ലേ പറഞ്ഞേ? ആ അതെ. അപ്പോൾ ഇവിടെ അവർക്ക് ഫ്രണ്ട്സോ അങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ആരുമില്ല? ഇല്ല, ഈ മാഡം സാറിന് എത്ര മണിക്കാണ് വരാറ്? അത് പറയാൻ പറ്റില്ല. ഓഫീസിൽ പണി കഴിയുമ്പോൾ നേരെ ഇങ്ങ വരാറ്. രാത്രി ഞാൻ ഇവിടെ കാണാറില്ല. എൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. പക്ഷേ പിന്നെ മാഡം എപ്പോൾ വന്നാലും രാവിലെ 6 മണിക്ക് എണീക്കാറുണ്ട്. മാഡം കണ്ണട വയ്ക്കാറുണ്ടോ? ആ ഇല്ല. പിന്നെ ഇവിടുന്ന് ഒരു കണ്ണട കിട്ടിയല്ലോ. ആ, അത് ചിലപ്പോൾ വീണയുടേതായിരിക്കും. വീണ ഇടയ്ക്കിടെ വരാറുള്ളതാ. ആരാ വീണ? മാഡത്തിൻ്റെ ഓഫീസിലെ കുട്ടിയാ. വേറെ ആരും ഇവിടെ വരാറില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, അതങ്ങനെ പറയാൻ മാത്രമായിട്ടുള്ള ഒന്നുമില്ല. ഇടയ്ക്ക് വരും. വന്നിട്ടൊരു 5-6 മാസം മുമ്പ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് മാറി. അങ്ങനെ സ്ഥിരമൊന്നുമല്ല. മാഡത്തിൻ്റെ ഓഫീസിലെ കുട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കണ്ട. ഈ പ്രത്യേകിച്ച് അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല. വീണ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് മറ്റേ പയ്യൻ ഇവിടെ വരാറുണ്ട്. അവൻ ഏത് പയ്യൻ? ഓഫീസിലെ മാഡത്തിൻ്റെ PA. എനിക്ക് പേരറിയില്ല. ഈ പയ്യൻ എന്ത് കൊടുക്കാനാ വരാറ്? അറിഞ്ഞൂടെ സാറേ, 1-2 വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ, നമ്പർ ഇത് തന്നെയല്ലേ? നിങ്ങളുടെ ഈ മാഡത്തിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? അറിഞ്ഞൂടെ സാറേ, അകത്ത് റൂമിൽ ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു. സാറോ? ഇതാണ് സാർ. ഒന്ന് കൺട്രോളിലേക്ക് ആ, ബാബു ഇവിടെ
ബാബു സാറേ, സാർ ഫോറൻസിക്കിനെ വിളിക്കും. ബാബു ഇവിടെ തന്നെ വേണം. അവനെ മിലിയുടെ നമ്പർ സൈബറിലേക്ക് അയച്ചേക്കും. ആ, ഡിവൈഎസ്പിക്ക് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ്, പെട്ടെന്നാക്കാൻ പറ്റും. പറഞ്ഞേട്ടോ. ആ വീട് ലോക്ക് ചെയ്തേക്കും. ആരാത്തോടെ വരുന്നുണ്ട്. റിപ്പോർട്ട് ആവാൻ വിളിക്കും. അവനെ CCTV ഒന്ന് ചെക്ക് ചെയ്തേക്കും. സാറേ അയൽക്കാരെ മൊഴിയെടുത്തിട്ടില്ല. അങ്ങോട്ട് മാറിയിരിക്കേ. ഗുഡ് മോർണിംഗ്. ആരാ ഇവിടെ മിലിയുടെ PA? ഞാനാണ് സാർ. എന്താണ് കാര്യം? പേരെന്താണ് പിയുടെ? നന്ദു. നമുക്കൊന്ന് സംസാരിക്കണമല്ലോ എന്തോ. വാ നന്ദു ഇരിക്കേ. നന്ദു ഒന്ന് രാവിലെ എപ്പോഴെത്തിയേ? ഒരു 9 മണിയാവും സാർ. എന്താ സാർ പ്രശ്നം? മില്ലി മാഡത്തിനെ കണ്ടില്ലല്ലോ നന്ദു. PA എന്ന് അന്വേഷിച്ചില്ലേ? മാഡം വരാറാവുന്നേ ഉള്ളൂ. ക്യാബൊന്നും വിടാൻ പറഞ്ഞിട്ടില്ല. നന്ദു, മിലി ഇന്ന് രാവിലെ തൊട്ട് മിസ്സിംഗ് ആണ്. നന്ദു പറഞ്ഞില്ലേ? മിസ്സിങ്ങോ? ഞാൻ അറിയില്ല. മാഡം വീട്ടിലില്ലേ? അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ മിസ്സിംഗ് എന്ന് പറഞ്ഞേ. നന്ദു എപ്പോഴാണ് മിലിയെ ലാസ്റ്റ് കണ്ടത്? അത് ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഒരു 9 മണിയായി കാണും. ഇവിടെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ID പഞ്ചിങ് അല്ലേ? ആരാ അത് ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, സ്റ്റാഫുണ്ട് സാർ. CCTVയോ? അതും രാഹുലിൻ്റെ സെക്ഷനാണ്. സാർ നന്ദുവിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ. 9544751727. ഒരു നമ്പറേ ഉള്ളൂ? ഇല്ല, അത് ഓഫീസിന് യൂസിനുള്ളതാണ്. 9922772232. നന്ദു, ഇന്നലെ രാവിലെ മിലി വന്നത് തൊട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇന്നലെ മാഡം ഒരു 11 മണിയായപ്പോൾ വന്നതാണ്. ദീപേ, എന്നാ നിന്റെ കാര്യങ്ങൾ നീ തന്നെ പോയി പറഞ്ഞോളണം. വെറുതെ എന്നെ ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടരുത്. അവസാനം എല്ലാം കൂടെ വന്നു വീഴുന്ന എൻ്റെ തലയല്ല. എടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. നീ ആകുമ്പോൾ ഒരു മയത്തിനങ്ങ് ചെയ്യുമല്ലോ. പ്ലീസ്. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. എത്ര സമയം ഞങ്ങളുടെ വിളിക്കുന്നെന്ന് അറിയോ? നീ ഇന്ന് ലീവാണോ? എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിയണ്ട. എനിക്കിന്ന് കാണണം. ഞാനിവിടെ വെയിറ്റിംഗ്. മിലി
ഞാനൊരു കാര്യം വീണേ, ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ മാനേജറിനോട് പറയും. വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ഓക്കെ. നന്ദു, ഈ വീണ ആരാ? ഈ മിലിയും വീണായിട്ടുള്ള ബന്ധം എന്തുവാ? റിലേഷനൊന്നുമില്ല. അവർ വന്നപ്പോൾ മുതൽ നല്ല കൂട്ടായിട്ടാണ് കാണാറ്. ഈ വീണയൊന്ന് വിളിക്കും. ഇല്ല, അവളൊന്ന് ലീവിലാണ്. ലീവോ? നേരത്തെ പറഞ്ഞ ലീവാണോ? ആ അതെ, വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ലീവ് റീസൺ ഇട്ടേക്കണേ. സാറേ ഒരു മിനിറ്റ്. ഈ വീണയുടെ നമ്പർ ഒന്ന് കൊടുത്തേക്ക്. ആ നമ്പർ. സാറേ, സംഭവം ഇച്ചിരി സീരിയസാണ്. ഇവൻ ഈ പറയുന്നതിൽ എന്തോ പന്തികേടുണ്ട്. ഇവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഓഫീസിൽ വന്നിട്ടുണ്ട്. കണ്ടോ സാറേ, 9 മണി കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയ നന്ദു രാത്രി 10:30 തിരിച്ചു വരുന്നുണ്ട്. നടത്തം കണ്ടിട്ട് മദ്യപിച്ചിട്ടാണ് വരുന്നത്. ഇയാൾ തുടങ്ങി പുറത്തുനിന്ന്. ബല, സാർ, ഇതൊരു മിസ്സിംഗ് കേസ് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. സൈബറിൽ വിളിച്ചിട്ട് ഇവിടുത്തെ CCTV മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് സാർ. സാറേ, കോൾ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. മിലിയുടെ ഫോൺ ലാസ്റ്റ് ഓൺ ആയിരിക്കുന്നത് വീടിനടുത്ത് തന്നെയാണ്. രാത്രി 11:30 ലാസ്റ്റ് ആക്റ്റീവ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുമുണ്ട്. വീട്ടിലെ CCTV എന്തായി? അതിന് ഒരാഴ്ചത്തെ ഫുട്ടേജ് ഒന്നുമില്ല. ബാബു സാർ വിളിച്ചിരുന്നു. പിന്നെ അവിടെ ഫോറൻസിക് നടക്കുന്നുണ്ട്. സാർ, വേറൊരു കാര്യമുണ്ട്. വീണയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. വീട്ടിൽ വിളിച്ചായിരുന്നു, അവിടെ എത്തിയിട്ടില്ല. ഒരു സംശയം തോന്നി ആ നമ്പറൂടെ ചെക്ക് ചെയ്തായിരുന്നു. ആ ലൊക്കേഷനും മിലിയുടെ വീടിനടുത്താണ് കാണിക്കുന്നത്. അപ്പം മിസ്സിങ് ഒരാളല്ല, 2 പേരാണ്. എത്രയായി? 150. Right onto Tamarakulam Link Road. Turn right onto Cut Road. ഓക്കെ ഫൈൻ. ശരി, ബൈ. എന്താ പറ്റിയേ? ഞാനിവിടെ ആദ്യമായിട്ടാ. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ. വിളിച്ചിട്ട് എടുക്കുന്നില്ല, സ്വിച്ച് ഓഫാണ്. എനിക്കിവിടെ ഒരു സ്ഥലമൊന്നും അറിയില്ല. എന്താ പേര്? ഇവിടെ ഇപ്പം എന്തിനാ വന്നേ? എൻ്റെ പേര് വീണ. എനിക്കൊരു കമ്പനിയിൽ ജോലി കിട്ടിയായിരുന്നു. ടെറാബൈറ്റ് എന്നൊരു കമ്പനിയാണ്. ഇന്നാ മെയ് വന്നേ. നാളെ ജോയിൻ ചെയ്യണം. അതാ ഇന്ന് തന്നെ പോന്നേ. ആ, ഈ ടെറാബൈറ്റ് എൻ്റെ കമ്പനിയാണ്. ആ മാഡം, ഞാൻ മിലി മാത്യു. അല്ല, ആരെ ലാസ്റ്റ് മിനിറ്റ് മെയിൽ അയച്ചത്? അതറിയില്ല. ഒരു ഒഫീഷ്യൽ മെയിൽ ID ഇതായിരുന്നു. ഓക്കെ, ഇന്നിനിപ്പോൾ എന്തായാലും എങ്ങോട്ടും പോകണ്ട. വീണ വണ്ടി കയറി.
അപ്പം മിലിയും വീണയും തമ്മിൽ വേറെ ഒരു റിലേഷനും ഇല്ലേ? ഇല്ല സാർ, എനിക്കതേ അറിയാവൂ. വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ സൂരജിനോട് ചോദിക്കണം. ആരാണ് ഈ സൂരജ്? സ്റ്റാഫാണ് സാർ, വീണയുടെ തന്നെ പ്രോജക്റ്റിലെയാ. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. സൂരജ് എവിടെ പോയി കിടന്നറേ? എന്ത് ലേറ്റായത്? ഉറങ്ങിപ്പോയോടാ. ആ പോലീസ് വന്നു, നീ കണ്ട? പോലീസാ? എന്തിരുപാടത്തെ കാണാനില്ല. നന്ദൂൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. രാഹുലാണ് പറഞ്ഞത്, ഞാൻ കണ്ടൊന്നുമില്ല. ഇവരിതെവിടെ പോയി കിടക്കണേ? ആയി മിലി. ആ എനിക്കിങ്ങനെ അറിയാം. നന്ദു, അപ്പോൾ തലേ ദിവസം രാത്രി നീ ഓഫീസിലേക്ക് തിരിച്ചു വന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ലേ? സാറ് ഞാൻ പറഞ്ഞില്ലേ, 2 എണ്ണം അടിച്ചപ്പോൾ വെറുതെ വരാൻ തോന്നിയതാ, അല്ലാതെ പറയാം. സാർ സൈബർ എത്തിയേ? തുടങ്ങാൻ പറ, ഞാൻ വരാം. ഓക്കെ സാർ. നന്ദു, മിലി എന്ന് പറയുന്ന നിങ്ങളുടെ സിഇഒയെ ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല. അവരെ ഇന്നലെ രാത്രി അവസാനമായിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത നീയാണ്. അതിനുള്ള തെളിവാണ് നീ പറഞ്ഞതിൻ്റെ ചുറ്റുകളിയൊക്കെ. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞോ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന്. സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. അവരെ കാണാതായാലും എനിക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ ആർക്കാ നന്ദു ബന്ധമുള്ളത്? ആര്? എനിക്കത് അറിയില്ല സാറേ. ഇന്നലെ അവർ മൊത്തം കലിപ്പിലായിരുന്നു. വേറെ എന്തോ പ്രശ്നമുണ്ട്, എനിക്കത് അറിയില്ല. പിന്നെ ഇന്നലെ ജോണുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന ഞാൻ കണ്ടതാ. അത് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ. നീ കാര്യങ്ങൾ വിസ്തരിച്ചൊന്ന് പറ, ഞാൻ കേൾക്കട്ടെ. എടാ അങ്ങനെയല്ലടാ, അവൾക്ക് നല്ല മാറ്റമുണ്ട്. അറിഞ്ഞൂടാത്തോണ്ട് ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കണല്ലേ ഡേ? നീ വെറുതെ ചുമ്മാ പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നീ നിന്റെ പണി നോക്കാൻ ഇറക്കാം. വേണ്ടെങ്കിൽ വേണ്ട. Whatever you're saying is going to happen. Please accept that. Okay? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നടക്കാൻ പോകുന്നത് ഞാൻ പറയണ്ടല്ലോ. ഐ വോണ്ട് ബി അലൈവ്. പിന്നെ സാറേ, എന്നെ ഇന്നലെ ഇവിടെ കണ്ട കാര്യം സാറ് പറഞ്ഞില്ലേ? സാറേ, ജോണാണ് ഇവിടെ നിന്ന് അവസാനം ഇറങ്ങിയത്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാഡവും ജോൺ സാറും ക്യാബിനിൽ സംസാരിച്ചിരിക്കണം ഞാൻ കണ്ടതാണ്. വീണേ, നീ ഇതുവരെ പോയില്ലേ? മാഡത്തിനൊന്ന് കാണണം. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. അതാ ഇന്നലെ ഞാൻ തിരിച്ചൊന്ന് നോക്കി. എന്നിട്ട് സൂരജ്, ഇത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. മനസ്സിലായി. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഓക്കെ സാർ. ഈ നന്ദു പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാനും വീണ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് സത്യമോ? പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഇപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് എന്താ കാര്യം?
പക്ഷെ വീണ ഇപ്പം മിസ്സിംഗ് ആണ്. അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ഞാനതും കൂടെ ചോദിക്കണ്ടേ? അത് ശരി തന്നെ, പക്ഷേ അതിനിവിടെ റെലവൻസ് ഇല്ല സാർ. വീണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവാണ് കാരണം. അങ്ങനെ പറയാൻ കാരണം? സാറ് ലാസ്റ്റ് മന്ത് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. ജോൺ സാറ് വീണയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വീണ മിലിമാഡത്തിനോട് കംപ്ലയിൻറ്റ് ചെയ്തു. അവൾ സാക്ഷിയായി പറഞ്ഞത് നന്ദുവിനെയാണ്. പക്ഷെ മാഡം നന്ദുവിനോട് ചോദിച്ചപ്പോൾ അവ ഒന്നും കണ്ടിട്ടില്ലെന്ന് കള്ളം പറഞ്ഞു. ഇതിൻ്റെ പേരിൽ വീണയും നന്ദും തമ്മിൽ നല്ല ഇഷ്യൂ ഉണ്ടായി. അതിൽ പിന്നെ വീണ കാരണം നന്ദു ഇവിടെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ ഞാൻ പറയുന്നത്, വീണ ഇപ്പം മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നന്ദുവാണ്. ഓക്കെ സൂരജ്, താങ്ക് യു ഫോർ യുവർ ടൈം. ശരി സാർ. ശരി. ഹലോ. ഹലോ സർ, ഐ ആം ജോൺ. വിളിക്കാൻ ആ വന്നിരുന്നു. ജോൺ ഓഫീസിലില്ലായിരുന്നോ? ഇവിടെ കണ്ടില്ല. സർ, മോർണിംഗ് കുറച്ച് ഫാമിലി നീഡ്സ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആവുന്നത്. ഐ വിൽ ബി കമ്മിങ് സൂൺ. ഓക്കെ ഫൈൻ. ഞാൻ ആ മിലിയുടെ കേസ് സംസാരിക്കാനായിട്ടാണ് വിളിച്ചത്. യെസ്, മിലിയുടെ പപ്പ വിളിച്ചിരുന്നു. ഐ നോ ദ സിറ്റുവേഷൻ. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലാണ്. ഞാൻ ജോണിനെ വിളിച്ചത് ഇന്നലെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നു എന്നറിഞ്ഞു. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സ്റ്റാഫിന്റെ കേസാണ്. എന്തായിരുന്നു അത്? ആരായിരുന്നു? So that was Nandu. ആ ഉണ്ടല്ലോ. ഡേ, ഇത് നീ തന്നെയല്ലേ ഡേ? ഇന്നലെ രാത്രി സംഭവിച്ചാണ്. എന്താണ് പറയാനുള്ളത്? നീ നേരത്തെ ഞങ്ങളോട് പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. സംഭവിച്ചേക്കാൻ ഞങ്ങൾക്കറിയാം. നീ മിലി എന്തായത്? ഇനി ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട. നിന്റെ നെഞ്ചത്ത് അതിനുള്ള തെളിവുണ്ട്. നീ വാ തുറന്ന് പറയടേ, പറയടാ. നീ എന്തുവാടാ അവളെ ചെയ്തത്?
വല്ലഭമേ ദിനം പാതിയൻ പാതയിൽ തണലേകി നീ കാലമേ ഈ നിമിഷമേ നിലവിലാകി നീ കാണാതെ മനസാകെ പാഞ്ഞു പാറി ഇന്നിതിലേ തോരാമഴയെ നീയാകെ കനവിലായി നീലവാനം പോലെ ചിരികളുമായി വരികളിൽ തീരാക്കഥയും അകലെ നീ അവിടെ മൗനമേ നനയാതെ നീ കരയാതെ നന്ദുവാ അവനാ ഞങ്ങൾ ഉപദ്രവിച്ച്. എന്തിന്? എന്താ എൻ്റെ കാരണം? അത് നന്ദുവിനെ ആക്ച്വലി ഞാൻ സസ്പെൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. അത് നന്ദു ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം. മേ ബി ഇത് അവൻ്റെ റിവെഞ്ച് ആവാം. എല്ലാത്തിനൊരു കാരണം ഉണ്ടാവും, അത് ശരിയാ. പക്ഷെ നിങ്ങൾ ഈ തലയമാലും ഇല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് പ്രൂവ് എനിത്തിങ്. സോ സോറി സാർ. ടെറാബൈറ്റിലെ ഒരു പ്രോജക്റ്റിൻ്റെ ബിഡിങ് പീരീഡാണ് അടുത്ത വർഷം. ഈ കമ്പനിയുടെ മെയിൻ പ്രോജക്റ്റാണ്. അതിൻ്റെ ബിഡിങ് വാല്യൂ നന്ദു വേറൊരു കമ്പനിക്ക് ചോർത്തി കൊടുത്തു. അത് ഞാൻ ഇന്നലെ അറിഞ്ഞത്. അവനെ കൂടെ കൂട്ടിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്കത് അറിയാവുന്നുള്ളത് ഈ നന്ദുവിന് എങ്ങനെ മനസ്സിലായത്? ഞാനും ജോണും ജോൺ കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറാണ്. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചത് നന്ദു അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണോ എന്നല്ല, അവൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാ. ഇവനിവിടെ വേണ്ട. മെലി, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പം അങ്ങനെ ഡിസിഷൻ എടുക്കണ്ട. ലെറ്റ്സ് ചെക്ക് ഫോർ വാട്ട് റിയലി ഹാപ്പൻഡ്. ഇത് കൂടുതൽ ഇനി എന്ത് നോക്കാനെന്നാ? ഇത്രയും നാളത്തെ കഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓക്കെ. ഹലോ. യെസ് യെസ്. മിലി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വീണേ, ഒന്ന് എൻ്റെ കൂടെ വരാവോ? എന്തേ? എന്തു പറ്റി? ഞാനൊക്കെ പോയിരിക്കുക. നീ ഒന്ന് കൂടെ വാ. എന്താ കാര്യമൊന്ന് പറയേ? ഞങ്ങൾ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ. പുറത്തിറങ്ങിയപ്പോൾ നന്ദു അവനവിടെ ഉണ്ടായിരുന്നു. മാഡം, മാഡം എനിക്കൊന്ന് സംസാരിക്കണം. ഗെറ്റ് ലോസ്റ്റ്.
കയ്യെടുക്കണം. നിനക്കെത്ര ധൈര്യം ഉണ്ട് എന്റെ മുമ്പിൽ വന്നിക്കാൻ? നീ കാണിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഞാൻ പറയണമെന്ന് കേൾക്കണം മാഡം. മാഡം പോലെ മാഡം. മാഡം എന്തിന്റെ പേരിലാണെങ്കിൽ അവൻ ചെയ്തത് ചേറ്റ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ കള്ളനാന്ന്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ലോണ്ട്രിയാ മേടിച്ചു വെച്ചേക്കേ. ആ ശരി. വീണ വീണ ഓ നിരക്കൊണ്ട് എല്ലാം കൂടെ തല്ലിപ്പൊളിച്ചിടോ എൻ്റെ കുമാരൻ ആശാനെ. ഇങ്ങനെ വീണ്ടും പിരികളവി. സാറേ നന്ദുവിനോട് റെയ്ഡ് കഴിഞ്ഞു. അവിടെ തന്നെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അതെന്റെയാണ്. ഇന്നലെ രാത്രി മുതലേ അത് കാണാനില്ലായിരുന്നു. നിങ്ങൾ എങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? എങ്ങനെയൊക്കെയോ ഞാൻ കയ്യിൽ കെട്ടഴിക്കാൻ നോക്കി. അഴിച്ച ഉടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് പലതവണ ഞാൻ ഫോണിൽ വിളിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയിരുന്നില്ല. അപ്പം നിങ്ങളെ പിടിച്ചോണ്ട് പോയത് നന്ദുവാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല? അല്ല, കണ്ടിട്ടില്ല. പക്ഷെ നന്ദുവാണ്, എനിക്ക് ഉറപ്പാണ്. എനിക്ക് അവൻ്റെ സ്മെല്ല് കിട്ടി. അപ്പോൾ വീണേ? കണ്ണിൽ കെട്ടഴിച്ച് നോക്കിയപ്പോൾ അവളെ ഞാൻ ആക്ച്വലി കണ്ടില്ല. പിന്നെ കൂടുതൽ നേരം ഞാനവിടെ നിന്നില്ല. അവളവിടെ ഇല്ലെന്നാ തോന്നുന്നത്. ഓക്കെ മേഡം, നിങ്ങൾ വീട്ടിലേക്ക് പോകണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. ബിന്ദു, സാർ ഞാൻ വിളിച്ചായിരുന്നേ. പിന്നെ ഇവർ ഈ പറയുന്ന വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതല്ല, എവിഡൻസ് ആണെന്ന് പറ. അയാളെ ഒന്ന് വിളിപ്പിക്കും. ശരി സാർ, നോക്കാം. ആരാണ് സാറേ? സൂരജ്. അവൻ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു. അത് ശരിയാ സാറേ. നന്ദുവിനെ ഒന്നുകൂടെ കൊടയണം. കുറച്ച് മിസ്സിംഗ് ഉണ്ട്. ബാല, ഇവർ ഈ മിലി ഇവർ പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? അവരെ ഈ സ്ഥലം അറിഞ്ഞൂടാന്ന് പറയുന്നതല്ലേ? മറ്റേ അവരെ കെട്ടിയിട്ടെന്ന് പറയുന്നത് പഴയ ബിൽഡിംഗ്. അത് ശരിയാണ് സാർ. എന്തായാലും അവർ പറഞ്ഞ ആശുപത്രിയിൽ പോയി ഞാൻ നോക്കി. പിന്നെ ആ ചുറ്റുപാട് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റൂല.
കൺവിൻസ് ആണ് സാർ. സാർ പിന്നെ സൈബറിൽ നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ, ഒന്ന് ഫോർവേഡ് ചെയ്യണേ. സാർ ഓക്കെ ആണ് സാർ. ശരി. സാറേ കിട്ടി, കണക്ഷൻ ഉണ്ട്. അവനെ വേഗം വിളിപ്പിക്കും. ആളെത്തിയിട്ടുണ്ട്. സാറും ശരി സാർ. ഹലോ. ശരി ശരി, ഞാൻ വിളിക്കാം. സാർ സാർ ഞാൻ നന്ദു അല്ലെങ്കിൽ ബന്ധമില്ല സാർ, ഞാൻ പറഞ്ഞല്ലേ. അതിന് നമ്മൾ ആരും ഒന്നും ചോദിച്ചിട്ടില്ല സൂരജ്. ചോദിച്ചോ? പിന്നെ എന്തിനാ സാർ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയേ? നീ ആ ഫോൺ ഒന്ന് ടേബിളിൽ വെച്ചേ. എന്തിനാ സാറേ? എടുത്തു വേണ ഫോൺ. അവൻ്റെ ഒരു ചോദ്യം. സൂരജ്, നിനക്ക് ജോണുമായിട്ട് എന്താ ഇടപാട്? അതൊന്നുമില്ല സാർ. വല്ലപ്പോഴും ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും എന്ന് പറഞ്ഞാ? അങ്ങനെ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ എപ്പോഴൊക്കെ ഒന്നുമല്ല. അതെ സാർ. സാർ ആകെ ഒരു ഒറ്റ തവണ, അതും ഇന്നലെ രാത്രി 3 ലക്ഷം രൂപ. സാർ അതെന്തിനായിരുന്നു? 3.5. അതാ ഞാൻ പറഞ്ഞേ, ഇടയ്ക്ക് ഇങ്ങനെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, വേറെ ഒന്നുമില്ല സാർ. നിനക്കൊരു കാര്യം അറിയാമോ സൂരജ്? നീ ജോണിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിലുണ്ട്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലൊന്നും എല്ലാം മാഞ്ഞു പോകില്ല കേട്ടോ. നീയും ജോണും കൂടെ വീണ എന്താ ചെയ്തത്? സാറേ, വീണയുടെ ബോഡി കിട്ടി സാറേ. നമുക്കേ ആ ഫ്ലാറ്റിലൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയാലോ? നോക്കാം. കാണാ കണ്ണകലെ വിരിയുമീ താളം, തീരാ പുഞ്ചിരിയിലൊരുകുമീ ഭാവം, വിടാതെ പതിയെ പതിയെ നിഴൽ പോലെ നിധിയായി ഇരുചിറകിലുണരും ആകാശം തേടും. കാണാ കണ്ണകലെ വിരിയുമീ താളം, തീരാ പുഞ്ചിരിയിലൊരുകുമീ ഭാവം, വിടാതെ പതിയെ പതിയെ നിഴൽ പോലെ നിധിയായി ഇരുചിറകിലുണരും ആകാശം തേടും. അത് നോക്കാം. ആദ്യം നിങ്ങൾ വീണയുടെ വീട്ടിലെ കാര്യം അറിയിക്കുക. ഓക്കെ സാറേ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്, എത്താൻ സമയമെടുക്കും. സാറേ പിന്നെ അകത്തുനിന്ന് കേട്ട ആ പെണ്ണിൻ്റെ ചെറിയ സൗണ്ട് മാത്രമാണെന്നാണ് പുള്ളിക്കാരൻ ഇപ്പോഴും പറയുന്നത്. ഉള്ളതാണെന്നാണ് തോന്നുന്നു സാറേ. വേറെ ആരും വരാൻ വഴിയില്ല. പിന്നെ ഈ സ്ഥലം ആരുടേതാണെന്നുള്ളത് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഇടയ്ക്ക് ആരോ മേടിച്ചിട്ടാന്ന് അറിഞ്ഞാൽ ഡീറ്റെയിൽസ് നോക്കാം. വേറെ ആരുടെയെങ്കിലും പ്രസൻസ്? ഇല്ല, ഒന്നും കിട്ടിയില്ല, ആരുടെ ഒന്നുമില്ല.
ആത്മഹത്യ സാറേ. മറ്റവൻ ഇവിടെ കൊണ്ട് ഇട്ടെന്നുള്ളത് നേരാ. ഡോറ് പുറത്തുനിന്ന് ലോക്കായിരുന്നു സാറേ. പക്ഷേ ഇതവൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് സാറേ. ഇതിൽ പറഞ്ഞേക്കുന്നതൊന്നും മാച്ചിങ് ആവുന്നില്ലല്ലോ ജോണേ. നീ 3 ലക്ഷം കൊടുത്തതിന് വേറെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നുള്ള സ്കോപ്പ് ഉണ്ടാവില്ല. എല്ലാം കലങ്ങി തെളിയാൻ പോവാ. സോ സ്പീക്കപ്പ്. സാർ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം സത്യമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഓഫീസിലെ സ്റ്റാഫിന് പൈസ കടം കൊടുക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ്റെ അഫെയർ, അത് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്ത് അബ്നോർമാലിറ്റി ആണുള്ളത്? ഹീസ് മോർ ദാൻ എ കൊളീഗ് ഫോർ മീ, സോ ഹി ഷെയർസ് എവറിത്തിങ്. ഈ സ്ക്രിപ്റ്റ് ഇരിക്കുന്ന പോലെ സംസാരിക്കുന്നതിൻ്റെ അബ്നോർമാലിറ്റി ഉണ്ട്. ജോണിന് അതറിയാം. സാർ, നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മോനെ ജോണേ, നീ നന്ദുവിനെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ എനിക്കറിയാം. ഇവിടുത്തെ പോലീസുകാർക്ക് പഴയ 3-ാം മുറയൊക്കെ അറിയാം. വെറുതെ ചെയ്യിക്കരുത്. ഒരു ലിങ്ക് കൂടെ കിട്ടിയാൽ മതി. നീ ലോക്ക അതുകൂടെ കിട്ടിയിട്ട് ഞാൻ വരും. അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം. എന്താ സാറേ, അമ്മെല്ലാം പറയൂ. അവ അനങ്ങണില്ല. ഒരു സെറ്റ് ആടോ. അയ്യോ ഇല്ല സാറേ. ബാലൻ സാർ വന്നു, ഞാൻ ഇപ്പോൾ വരാം. ആ സാറേ, എങ്ങനെയുണ്ട്? അവനോടെ അവനകത്തുണ്ട്. മുഖം മൂടി കെട്ടി പണി ഉണ്ടാക്കാൻ നീ ആരടാ? ഒറ്റയ്ക്ക് കിട്ടിയാ നീ എന്നെ ഉണ്ടാക്കുവോ? സാറേ വിട് സാറേ. ഇതാരടാ? ഇതാരടാ? പ്ലാവിലമണി. ഏത് പ്ലാവിലമണിയോ? ഓ, വേറെ ഒന്നുമില്ല സാറേ, വേറെ ഒന്നുമില്ല. സാർ, ഇത് ആരുടെയോ ഫോണല്ല, വീണയുടെ ഫോൺ. മണി, ഇതെവിടുന്നാ? ഇതെന്താ സാറേ? ഇതിൻ്റെ അല്ല. ഡേ, ഈ പാതിരാത്രിക്ക് നിന്നെ വിളിച്ചുണർത്തി എല്ലാവരുടെ മുന്നേ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നിനക്ക് ബുദ്ധിയില്ലടേ? നീ കള്ളന്മാരെ വില കളയോടെ മണി? നാണോ നിനക്ക്? കാര്യം പറയടാ. എനിക്ക് ഇന്നലെ തറയുന്ന എടുത്താണ് സാറേ. ഞാനിങ്ങനെ നടന്നു പോരാ സാറേ. പെട്ടെന്ന് കാലിന് തട്ടി. ഞാൻ നോക്കിയപ്പോൾ മൊബൈൽ ഒന്ന് എടുത്ത് എൻ്റെ മടി വെച്ചു. അതിൻ്റെ അവിടെ ടൈപ്പിംഗ് എടുത്ത് വെച്ചാണ് സാറേ. മണി, നീ കഥ ഉണ്ടാക്കണ്ട, ഉള്ളത് പറ. സാറേ ഞാനത് തൂക്കിയാണ് സാറേ. എവിടെന്ന്? ആരുടെയെന്നാ? എൻ്റെ പൊന്നു സാറേ, അവിടെ നിന്ന് ഇന്നലെ അവിടെ നിങ്ങൾക്ക് ഒരു ശവം കിട്ടി പോയവരൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. എനിക്ക് അതൊന്നുമായിട്ടൊരു ബന്ധമില്ല. ആ വീടിനടുത്ത് എനിക്ക് മൊബൈൽ കിട്ടുന്നത്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇന്നലെ രാത്രി ഉണ്ടല്ലോ സാറേ, അവിടെ ഒരാളെ കണ്ടായിരുന്നു. അയാളുടെ കയ്യിലൊരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. അത് തട്ടാൻ വേണ്ടി അവൻ ഓടിച്ചതാണ്. പക്ഷേ അവൻ്റെ കൂമ്പിലിട്ട് ഇടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു സാറേ. അവിടെ നടന്ന പിടിവിൽ മൊബൈൽ തറ വീണു. അത് ഞാനെനിക്ക് പൊക്കി. ആളെ കണ്ടാൽ നിനക്കറിയാവോ? പിന്നെ അറിയാം. നീ ഉള്ളത് പറ, അല്ല നീ ഉള്ളേ പോവും. സാറ് വിശ്വസിക്കും സാറേ, ഞാൻ എവിടെ കണ്ടാലും ഞാൻ അവനെ പൊക്കി തരാം. അപ്പോൾ അമ്മാതിരി പണി അവനോട് കാണിച്ചത് കണ്ടോ? കണ്ട
എന്തായിരുന്നു കേസ്? സർ, മിസ്സിംഗ് കേസ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. SP നേരിട്ട് തന്നെ അറ്റൻഡ് ചെയ്തതാണ്. കേസ് ഫോർവേഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വിക്ടിം നേരിട്ട് തന്നെ പ്രസൻ്റായി. ബട്ട് അവിടുന്ന് തന്നെ മറ്റൊരു കുട്ടിയുടെ മിസ്സിംഗ് ആയി. അവിടെ നിന്നാണ് കേസ് മാറിയത്. ആ കുട്ടിയെ ഹാങ്ഡ് ആയിട്ടാണ് കണ്ടുകിട്ടിയത്. ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ആണ് സർ. തൻ്റെ അപമാനത്തിനെതിരെയുള്ള വീണയുടെ പരാതി ഒരു വിസിൽ ബ്ലോവറായി മാറുമെന്ന് അവൾ പോലും കരുതിയിരുന്നില്ല. മുൻപുണ്ടായിട്ടുള്ള വിസിൽ ബ്ലോവർ കേസുകളിൽ നിന്നെല്ലാം ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നതും ഇതേ കാരണം തന്നെയാണ്. കോർപ്പറേറ്റ് ഭരിക്കാനും ബിസിനസ് വളർത്താനും നോക്കുന്ന ക്രിമിനലുകൾ ചെയ്ത ക്രൈം, മൂന്നാം പ്രതിയും രണ്ടാം പ്രതിയും കൂടി ചെയ്തു കൂട്ടിയ ക്രമക്കേടുകൾ ഒരു കമ്പനിയെ തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു. ഒരു അബ്യൂസിനെതിരായി തന്നെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർക്കാൻ തീരുമാനിച്ച വഴി. സ്വന്തമെന്ന് കരുതി പ്രണയിച്ച ആൾ തന്നെ ചതിച്ചപ്പോൾ നിർഭാഗ്യം അവളെ വേറൊന്നിന് സാക്ഷിയാക്കി. പക്ഷേ ആ സാക്ഷിയെ മാറ്റി നിർത്താൻ അവർക്കായില്ല. എടാ, അവളെ വിടരുത്. പോ, ചെല്ല് 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 ചെല്ല്. Fuck. വീണേ, ഇറങ്ങാറായില്ലേ? ഇല്ല, ഇറങ്ങുമായിരുന്നു. കുറച്ച് പണിയുണ്ടായിരുന്നു, അത് തീർക്കാൻ നിന്നതാ. ഇതാ ഇറങ്ങി. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. വീട്ടിലാണെങ്കിൽ ആരുമില്ല. നീ ഇന്നങ്ങ് പോര്, അവിടെ നിൽക്കാം. അല്ല, ഞാൻ നാളെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. അതിനിപ്പോൾ എന്താ, നീ ഇന്ന് അവിടെ നിൽക്ക്. നാളെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. സൂരജ്, അത് നീ ഇന്ന് തന്നെ അയക്ക്. കിട്ടും ഇന്ന് തന്നെ. പോരെ? വീണ, നീ കണ്ടതാരോടും പറയാൻ നിൽക്കണ്ട. നന്ദുവിനത് കിട്ടാനുള്ളത് തന്നെ. നീ ഓഫീസിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞത്. ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. എനിക്ക് നിങ്ങളോടൊരു പ്രശ്നമില്ല, പക്ഷേ ജോണിനെ ഞാൻ വെറുതെ വിടില്ല. ഫോട്ടോയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ അറിയേണ്ടവരെയൊക്കെ ഞാൻ അറിയിക്കും. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവളെ ഇനി പുറത്തു വിടണ്ട. എൻ്റെ ഫോണൊന്ന് നന്ദുൻ്റെ അടുത്ത് എത്തിക്കണം. ബാക്കി ഞാൻ പറയാം.
ഒരേപോലെയുള്ള 2 മുറിവുകൾ. വളർന്ന് പന്തലിച്ച ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനെ പറ്റിച്ചുകൊണ്ട് സ്വന്തം കാമുകനെ ഉപയോഗിച്ച് മറ്റൊരു കോർപ്പറേറ്റ് സ്ഥാപിച്ചിരുന്നു. നന്ദു അവൻ മതി. ഓക്കെ. അതിന് പ്രതിക്ക് പാർട്ട്നേഴ്സിന് മുന്നിൽ കരുവാക്കാൻ ഒരാളെ വേണമായിരുന്നു. അവൾ സ്നേഹിച്ചിരുന്ന ആളെ തന്നെ വിലക്ക് മേടിച്ച് തൻ്റെ നെറുകേടൻ കൂട്ടുനിർത്തിയ 2ാം പ്രതി ജോൺ. വീണയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവസാന ശ്രമമായിരുന്നു അത്. പക്ഷേ അത് അവളെ മരണത്തിലേക്ക് നയിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. അവിടെ മുതലാണ് അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിയത്. തന്നെ തൻ്റെ രഹസ്യ കാമുകനായി കണ്ട വീണയെ സ്വയം തന്നെ ഇല്ലാതാക്കി. ഒന്നിനുമല്ലാതെ എവിടുന്നോ വന്ന് വെട്ടൊരു കുട്ടിയെ അവളുടെ വീഡിയോ കാണിച്ച് സ്വന്തമായി തന്നെ കൊല്ലിച്ച് വീണ മർഡർ കേസിൽ 1ാം പ്രതി മിലി മാത്യു.